ഫാറൂഖ് വിക്കപ്പടി ഞാൻ തലവെട്ടിയിലുള്ളത്. പിന്നെ ഇത് കണ്ടില്ല, ഇവിടുന്ന് പഴയ NH-15 ബാലൻസ് ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഇത് കണ്ടില്ല, ഇവിടെ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാ കണ്ടില്ല, ഇങ്ങനെയാണ്. ഇതാണ് ഹൈവേ, പോക്കറ്റ് റോഡാണ്, പ്രാദേശിക റോഡ്. ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ റോഡ് വരുന്നതാണ്. ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ പോകേണ്ട വിഷയം എന്താ വെച്ചാൽ, ആ ഓട്ടോറിക്ഷ കണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ട് ഉള്ളോട്ട് റോഡുണ്ട്, പാലാന്തറ പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ നിത്യം ഒരു തലപ്പാറ പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ എവിടെ ആകട്ടെ കോഴിക്കോട് ഭാഗത്തേക്ക് നിത്യം പോകുന്ന ഒരാൾക്ക് ഒരു ദിവസം 900 മീറ്റർ അധികം സഞ്ചരിക്കണം. അപ്പോൾ 2 ദിവസം ആകുമ്പോൾ 1900, 3 ദിവസം ആകുമ്പോൾ 2700. അത് ചുരുക്കി പറഞ്ഞാൽ 1 കിലോമീറ്റർ ഏകദേശം, അങ്ങനെ ഒരു മാസം 30 കിലോമീറ്റർ, 10 മാസം 3, ഏകദേശം 360 കിലോമീറ്റർ ഡെയിലി ഈ പാലാന്തറ ഭാഗത്തുനിന്ന് വരുന്ന ആളെ സംബന്ധിച്ച് എക്സ്ട്രാ പോകേണ്ടി വരും ഒരാൾ. അപ്പം അവിടെ ഒരു 1000 ആളുണ്ടെങ്കിൽ എത്ര ആൾക്ക് എത്ര അധികം കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കണം, കഴിഞ്ഞിട്ടില്ല. ഇവിടെ ശരിക്കും ഇടപെടേണ്ട പോലെ ഇടപെട്ട് അയിക്കൂടെ ഇങ്ങനെ ഒരു ഓപ്പൺ ഉണ്ടാക്കിയാൽ ഈ നാട്ടുകാർക്ക് ഓരോ വ്യക്തിക്കും ഒരു വർഷം കിലോമീറ്ററുകൾ കുറച്ചൊന്നുമില്ല, 300-350 കിലോമീറ്റർ ഒരു വ്യക്തിക്ക് മാത്രം ലാഭിക്കാം. പണി ഫുള്ളായിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇടപെട്ടാൽ സംഭവം പരിപാടി നടക്കുമെന്ന് തോന്നുന്നു. ഏതായാലും ഇത് ഇങ്ങനെ കാലായി കിടക്കേണ്ട സ്ഥലങ്ങളല്ല. ഇതിങ്ങനെ കിടന്നാലും സാമൂഹ്യ വിരുദ്ധരൊക്കെ അഞ്ഞാടോ എന്താവും. ഏതായാലും ഇങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട്. ഇവിടെ പണി പൂർത്തിയായിട്ടില്ല. ഇത് ആളുകൾ ഇടപെടാതെ കണ്ടറിഞ്ഞാണ്ട് ഇപ്പോൾ ഇവർ അതോറിറ്റി ഇത് ചെയ്യുന്നു തോന്നുന്നില്ല.